ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ടൈപ്പ് ഓഫ് ഇമേജസ് ആണ്. അതിൽ ടൈപ്പ് ഓഫ് ഇമേജസിൽ നമ്മൾ പല ടൈപ്പുകളായിട്ട് ഇമേജസ് ഉണ്ടാക്കിയിരിക്കുന്നത്, പല ടെക്നിക്കൽ യൂസായിട്ട് ആണ് ഇമേജസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ പല രീതിയിലുള്ള ഡാറ്റ റെപ്രസെൻറ്റേഷൻ ഉണ്ടാവുക. അതിൽ നമ്മൾ രണ്ടെണ്ണമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഒന്ന് മോണോക്രോമും ഒന്ന് കളർ ഇമേജസും. മോണോക്രോം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, മോണോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരെണ്ണം. അപ്പോൾ അതിൽ ഒറ്റ കളർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഇമേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോണോക്രോം ഇമേജ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഇതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, കളേർഡ് ഇമേജസ് എന്ന് പറയാം. അപ്പം രണ്ട് ടൈപ്സാണ് ഇമേജസ് ഉള്ളത്. ഇമേജസ് വേറെ പലതായിട്ട് കാറ്റഗറീസ് തിരിക്കുന്നത്. ഇപ്പം നമ്മൾ പറയുന്ന ഡാറ്റ ടൈപ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നത് മോണോക്രോമും കളർ മോണിറ്ററുകളാണ്. മോണോക്രോം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കളർ യൂസ് ചെയ്തിട്ടും, കളേർഡ് ഇമേജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വ്യത്യസ്ത കളറുകൾ കൂട്ടി യോജിപ്പിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള ഡാറ്റകളുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ മോണോക്രോമും കളറും ഇല്ലേ, അതിൽ ഒരുപാട് ഡാറ്റ ടൈപ്സുകളുണ്ട്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 എണ്ണമാണ് ഇവിടെ പറയാൻ പോണത്. അതിൽ ഒന്നാമത്തത് 1 ബിറ്റ് ഇമേജ് എന്ന് പറയും. 1 ബിറ്റ് ഇമേജ്, BIT. അതായത് നമ്മുടെ ഒരു ചിത്രത്തിൻ്റെ ഏറ്റവും ചെറിയ, നമ്മൾ പറയാറില്ലേ യൂണിറ്റ്, ഇതെന്ന് പറയാറില്ലേ, അതാണ് ബിറ്റ് എന്ന് പറഞ്ഞാൽ 1 ബിറ്റ്. അങ്ങനെ 8 ബിറ്റുകൾ കൂടി ചേർന്നാൽ അതിന് പറയുന്നത് എന്താണ്, 1 ബൈറ്റ് എന്ന് പറയാം. അപ്പോൾ സ്മോളസ്റ്റ് ബിറ്റാണ്. ബൈനറി ഡിജിറ്റ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് 1 ബിറ്റ് ഇമേജ് ടൈപ്പിനെ കുറിച്ചാണ്. നമുക്കറിയാം ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറേ പിക്സലുകളുടെ ഒരു കൂട്ടമാണ്. അത് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡോട്ടിനെ നമ്മൾ എന്ത് പറയുന്നത്, പിക്സൽ എന്ന് പറയുന്നത്. അപ്പം ഒരു ബിറ്റ് ഇമേജിൽ നിന്നാണ് ഓരോ പിക്സലും ഒരൊറ്റ ബിറ്റായിട്ടാണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഒരു ബിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് 0 ആയിരിക്കും, അല്ലെങ്കിൽ അത് 1 ആയിരിക്കും. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. അത് സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട് ഒരു ബിറ്റിന് 2 സ്റ്റേറ്റാണ് ഉള്ളത്. അതായത് ഒന്നുകിൽ അത് ഓഫായിരിക്കും, അല്ലെങ്കിൽ അത് ഓൺ ആയിരിക്കും. അതാണ് 0 or 1 എന്ന് പറഞ്ഞാൽ. 0 ആയിരിക്കും, അല്ലെങ്കിൽ 1 ആയിരിക്കും. അതായത് ഓഫായിരിക്കും, അല്ലെങ്കിൽ ഓൺ ആയിരിക്കും. അല്ലെങ്കിൽ വേറൊരു കൂടെ പറയാം, ഒന്നുകിൽ ആ ബിറ്റ് എന്തായിരിക്കും, വൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, അത് ബ്ലാക്ക് ആയിരിക്കും. അതും അല്ലെങ്കിലോ ബിറ്റ് ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ഇതിലേതെങ്കിലും ടൈപ്പായിട്ടായിരിക്കും ആ ബിറ്റ് അതിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇത്തരം ഇമേജസിന് നമ്മൾ പറയുന്ന വേറൊരു പേരൂടെ പറയാറുണ്ട്, ബൈനറി ഇമേജസ് എന്ന് പറയാറുണ്ട്. ഒറ്റ ബിറ്റുള്ള ഇമേജിന് നമ്മൾ പറയുന്നത് എന്താണ്, ബൈനറി ഇമേജസ് എന്നും പറയാറുണ്ട്. അതിൽ ഒറ്റ ബിറ്റായിട്ട്, ഓരോ ബിറ്റായിട്ട് സ്റ്റോർ ചെയ്യുന്നത് കൊണ്ടാണ് അതിനെന്ത് പറയുന്നത്, ഈ 0ഉം 1ഉം മാത്രം യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് നമ്മൾ ബൈനറി ലാംഗ്വേജ് എന്ന് പറയുന്നില്ലേ, അതേപോലെ തന്നെ 0ഉം 1ഉം യൂസ് ചെയ്തിരിക്കുന്ന ഈ ഇമേജിനെ നമ്മളെന്ത് പറയുന്നുണ്ട്, ബൈനറി ഇമേജ് എന്ന് പറയും. അതുപോലെ തന്നെ വേറൊരു പേരുണ്ട് ഇതിനെ, 1 ബിറ്റ് മോണോക്രോം ഇമേജ് എന്ന് പറയുന്നതിന്. ഒറ്റ കളറല്ലേ, ഒന്നിൽ ബ്ലാക്ക് ആയിരിക്കും, അല്ലെങ്കിൽ വൈറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ബൈനറി ഇമേജസ്, 1 ബിറ്റ് ഇമേജസ്, 1 ബിറ്റ് മോണോക്രോം ഇമേജ് എന്ന് വിളിക്കും. അങ്ങനെ 3 പേരുകളാണ് ഇതിൽ അറിയപ്പെടുന്നത്. ഇതിൽ ഒരൊറ്റ കളറേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ എന്ത് പറയുന്നത്, 1 ബിറ്റ് മോണോക്രോം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ വേറെ ഒരു പോരായ്മ എന്താ വെച്ചാൽ ക്ലാരിറ്റി വളരെ കുറവായിരിക്കും ചിത്രത്തിന്. 1 ബിറ്റ് നമുക്ക് ആ ഊഹിച്ചറിയാലോ, ഒരു ബിറ്റല്ലേ സ്റ്റോർ ചെയ്യുന്നുള്ളൂ, അതുപോലെ ഒറ്റ കളറും അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്ലാരിറ്റി വളരെ കുറവായിരിക്കും. ഇനി രണ്ടാമത്തൊരു ടൈപ്പാണ് 8 ബിറ്റ്. നേരത്തെ നമ്മൾ 1 ബിറ്റാണ് പറഞ്ഞത്. 8 ബിറ്റ് ഗ്രേ ലെവൽ എന്നുള്ള ഡാറ്റ ടൈപ്പ്, 8 ബിറ്റ് ഗ്രേ ലെവൽ. അതിൽ ഗ്രേ ലെവൽ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ്, കളറൊന്നുമില്ല, വെറും എന്താണ് ബ്ലാക്ക് ടു വൈറ്റിൻ്റെ ഒരു കാറ്റഗറി ഉണ്ടാവുക അതിൽ 8 ബിറ്റ്. അതിൽ ഒരു സിംഗിൾ ബൈറ്റായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മൾ പിക്സൽ. നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താണ്, അവിടെ 1 ബിറ്റിൽ ഒരൊറ്റ ബിറ്റാണ്, ഇതിൽ സിംഗിൾ ബൈറ്റായിട്ടാണ്. അതായത് 8 ബിറ്റുകൾ ഉണ്ടാവും. 8 ബിറ്റുകൾ ചേർന്നാലാണ് ഒരു ബൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും, നമ്മൾ സാധാരണ ഒരു ബൈനറിയുടെ വാല്യൂ 2 അല്ല പറയാം. അപ്പോൾ ഇത് 8 ബിറ്റ് ആയതുകൊണ്ട് എന്തായിരിക്കും, 2⁸ ആയിരിക്കും. അതായത് 2⁸ എന്ന് പറഞ്ഞാൽ എന്താണ്, 256, 256 ആണ് ഇതിൻ്റെ വാല്യൂ ഉണ്ടാവുക. അതായത് 0ൻ്റെയും 255ൻ്റെയും ഇടയിൽ വരുന്ന ഗ്രേ സ്കെയിൽ കളറുകൾ, അതായത് ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും വേരിയേഷൻസ്, ഷെയ്ഡ്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, 8 ബിറ്റ് ഗ്രേ ലെവൽ എന്ന് പറഞ്ഞാൽ. അതിൽ ചില സമയങ്ങൾ എന്താണ്, കളർ ബ്ലാക്ക് ടു വൈറ്റ് ഉണ്ടാവുള്ളൂ. എപ്പോഴും ബ്ലാക്കിൽ നിന്ന് ഇങ്ങനെ ഷെയ്ഡ്സ് ആയിട്ട്, ബ്ലാക്കിൻ്റെ തന്നെ ഡാർക്ക് ബ്ലാക്ക്, പിന്നെ കുറച്ച് ലൈറ്റായിട്ട് ബ്ലാക്ക്, അങ്ങനെ ഇങ്ങനെ വന്നിട്ട് വൈറ്റിലേക്ക് വരും, വൈറ്റിൽ തന്നെ ലൈറ്റായിട്ട് വൈറ്റിൽ വരും. അങ്ങനെ കുറേ കളേഴ്സ് ഷെയ്ഡുകൾ 0 മുതൽ 255 വരെ ഷെയ്ഡ്സ് ഉണ്ടാവില്ലേ.
ചിലപ്പോൾ ഒരു ഡാർക്ക് പിക്സൽ റെപ്രസെൻ്റ് ചെയ്യുക എന്താണ് 15 പിക്സലൊക്കെ ആയിരിക്കും ഡാർക്ക് ഉണ്ടാവുക. ബ്രൈറ്റ് ആവുന്ന സമയത്ത് 240 ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ പറയാൻ പോകുന്ന അടുത്ത ഒരെണ്ണമാണ് 24 ബിറ്റ് കളർ ഇമേജസ് എന്ന് പറഞ്ഞാൽ. അതിൽ ഓരോ പിക്സലും റെപ്രസെൻ്റ് ചെയ്യുന്നത് 3 ബൈറ്റ്സ് ആയിട്ടാണ്. അതായത് 8 ബിറ്റ് റെഡിന്, 8 ബിറ്റ് ഗ്രീന്, പിന്നെ 8 ബിറ്റ് ബ്ലൂ. അതുകൊണ്ട് നമ്മൾ അതിനെ എപ്പോഴും പറയുന്നത് എന്താണ്, RGB എന്ന് പറയാറുണ്ട്, റെഡ് ഗ്രീൻ ബ്ലൂ. 3 ബൈറ്റ്സ് ആയിട്ടാണ്. ഒരു ബിറ്റ് എന്ന് പറഞ്ഞാൽ 8 എണ്ണമാണ്. അപ്പോൾ 8 × 3 24 ആയി. സാധാരണ അതിൽ കളറുകൾ ഉണ്ടാവുക RGBയുടെ 256 ഷെയ്ഡ്സാണ് ഉണ്ടാവുക. 256 ഷെയ്ഡ്സ്. അതായത് അങ്ങനെ പറയുകയാണെങ്കിൽ എത്ര കളർ ഉണ്ടാവുമെന്ന് അറിയാം. ഏകദേശം 256 ഷെയ്ഡ്സ് വന്നാൽ 1,67,77,216. 1,67,77,216 കളർ വേരിയേഷൻസ് ഉണ്ടാവും. നമ്മൾ സാധാരണ കാണുന്ന, നമ്മൾ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ കാണുന്ന കളേഴ്സിൽ ഉണ്ടാകുന്ന കളറുകളുടെ എണ്ണമാണ് നമ്മൾ സാധാരണ പറയുന്നത്. RGB ആയിട്ടാണ് നമ്മൾ സാധാരണ എടുക്കാറ്. അതിൽ സ്റ്റോറേജ് സ്പേസ് കൂടുതലായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ 24 ബിറ്റായിട്ട് ഇമേജസ് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ 8 ബിറ്റിനേക്കാളും 1 ബിറ്റിനേക്കാളൊക്കെ സ്റ്റോറേജ് സ്പേസ് കൂടുതലായിരിക്കും ആ ഇമേജിന്. പിന്നെ അതുപോലെ തന്നെ 8 ബിറ്റ് ഗ്രേ ലെവൽ കഴിഞ്ഞാൽ വേറെ ഒരെണ്ണം കൂടെ, നാലാമത്തെ ടൈപ്പ് 8 ബിറ്റ് കളറുണ്ട്. നമ്മൾ നേരത്തെ ഗ്രേ ലെവൽ പറഞ്ഞ അതേപോലെ തന്നെയാണ്. ഇതിന് പകരം എന്താണ്, ഇതിനെ കളറായിട്ടാണ്, 1 ബൈറ്റ് കളർ ഗ്രാഫിക്സ് ആണ് ഉണ്ടാവുന്നത്. മറ്റേതിൽ ഗ്രേ ഷെയ്ഡ്സ് ആണ്ടാണ്, ഇതിൽ കളറായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 256 കളർ തന്നെ ഉണ്ടാവും. നമ്മൾ റെഡ്, ഇതിന് ബ്ലാക്ക് മുതൽ വൈറ്റ് വരെയുള്ള, ബ്ലാക്ക് കഴിഞ്ഞാൽ അടുത്ത് വേറെ ബ്ലൂ വരും, റെഡ് വരും, യെല്ലോ വരും, ഗ്രീൻ വരും, അങ്ങനെ കളർ ഷെയ്ഡ്സ് ഉണ്ടാവും. കളർ 256 ടൈപ്പ് ഇതിൻ്റെ കളർ ഷെയ്ഡ്സാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഡാറ്റ ടൈപ്സിൽ പറയാനുള്ളത്. അപ്പോൾ ഒന്നുകൂടെ ഡാറ്റ ടൈപ്സിൽ പറയാം. ഒന്ന് 1 ബിറ്റ്, മറ്റേത് 8 ബിറ്റ് ഗ്രേ ലെവൽ, അടുത്ത 24 ബിറ്റ് കളറ്, ഇപ്പോൾ ലാസ്റ്റ് പറയുന്നത് 8 ബിറ്റ് കളർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൽ തന്നെ ഇമേജസ് തന്നെ വേറെ ടൈപ്പുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ശ്രദ്ധയോടെ കേൾക്കുക. എന്നിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്തു